പശുക്കുടിയിൽ ജീർണവസ്ത്രമതിൽ പൊതിഞ്ഞ രൂപമത് ശിശുമശിഹ തന്നയാവോ നമസ്കാരം. ക്രൂശിൽ തിരുദേഹം സ്വയം യാഗമാക്കി ലോകരക്ഷ സാധിച്ചൊരു ധർമ്മനിധേ നമസ്കാരം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. യേശുവിന്റെ പുനരുത്ഥാനം ലോകം ഇന്ന് അനുസ്മരിക്കുന്നു. യേശുവിന്റെ തുറക്കപ്പെട്ട കല്ലറ ഒരു മഹത്തായ വിജയത്തെയാണ് കാണിക്കുന്നത്. യേശുവിന്റെ തുറക്കപ്പെട്ട കല്ലറ ഒരു ചരിത്ര വസ്തുതയാണ്. മഗ്ദലന മറിയ യേശുവിന്റെ കല്ലറയ്ക്കൽ തനിയെ നിൽക്കുകയും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യമായി കാണുകയും ചെയ്തു. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു. മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന കർത്താവ് എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ എത്രയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ ക്രൂശീകരണത്തോടെ സുവിശേഷം അവസാനിക്കുന്നില്ല. മരണത്തിന്റെ ചങ്ങലയെ പൊട്ടിച്ചുകൊണ്ടുള്ള മഹത്വകരമായ അവന്റെ ഉത്ഥാനത്തെ പറ്റിയും സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെ അവന്റെ മരണ പുനരുത്ഥാനങ്ങൾ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. വിശിഷ്യ അവന്റെ പുനരുത്ഥാനം അവൻ ദൈവപുത്രൻ എന്നുള്ളതിന്റെ അസന്നിഗ്ധമായ ഒരു തെളിവാണ്. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാലാണ് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത്. ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ക്രിസ്തുവിൻ്റെതായിരുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ തന്നെത്താൻ ഒഴിച്ച് ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലായിരുന്ന സമയം താൽക്കാലികമായി സകല അധികാരങ്ങളും താഴ്ത്തിവെച്ചു. എന്നാൽ ഉയർപ്പിന് ശേഷം തനിക്ക് അവ തിരികെ ലഭിച്ചു. സ്വർഗത്തിലേക്കുള്ള പാത വെട്ടി തുറന്നിരിക്കുന്നു. കർത്താവായ യേശു പോയതുപോലെ വീണ്ടും വരും. വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ അവൻ മേഘങ്ങളിൽ എഴുന്നള്ളും. അവന്റെ വരവിങ്കിൽ നിങ്ങളും എടുക്കപ്പെടാം. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു വിശ്വസിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ.